നിർമ്മലമായൊരു ഹൃദയമനിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുളെന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമനിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾക ദേവാ. അതെ, നമ്മുടെ ദൈവമായ യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിച്ചു പറയുവാനിടയായി തീരും, നമ്മുടെ ദൈവം നമുക്ക് നല്ലവനാകുന്നു നിശ്ചയം. അതെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ വീണ്ടും നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവ് എപ്പോഴും നല്ലവനും നന്മ ചെയ്യുന്നവനുമായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി 73 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 1-ാം വചനം നമുക്ക് വായിക്കാം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകുന്നു നിശ്ചയം. 2-ാം വചനവും നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. അതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്ന് നമ്മുടെ കാലുകൾ ഏകദേശം ഇടറിപ്പോയി എന്ന് വരുന്ന സാഹചര്യങ്ങളിൽ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒട്ടും നിലനിൽക്കുവാൻ കഴിയത്തില്ല, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മുടെ ദൈവം നമുക്ക് നല്ലവനാകുന്നു. ഏത് കഷ്ടത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് ദുഃഖത്തിൻ്റെ നടുവിലും നമ്മുടെ ഹൃദയം നിർമ്മലതയോടെ വിശുദ്ധമായ ദൈവത്തിന് പ്രസാദകരമായ ഒരു ഹൃദയമുള്ളവരായി നാം മാറുമ്പോൾ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. അങ്ങനെ എന്നാൽ അമേൻ, ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക്, നേരായവണ്ണം ജീവിക്കുന്നവർക്ക്, വക്രഹൃദയമില്ലാതെ ഹോഷ്കിൻ്റെ സ്തോത്രവായി ഇല്ലാതെ ദൈവഭക്തിയും ഭയവുമുള്ളവരായി ജീവിക്കുന്നവർക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഇല്ലെന്നല്ല. ആമേൻ. കാലുകൾ ഏകദേശം ഇടറിപ്പോകത്തക്ക രീതിയിൽ, കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോകത്തക്ക രീതിയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ എപ്പോഴും നമ്മുടെ ദൈവം നമുക്ക് നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് ദൈവം ഇടയായി തീർക്കും. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. കഷ്ട ദിവസത്തിലും കർത്താവ് നമ്മുടെ ശരണസ്ഥാനമാണ്. ആമേൻ. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നാം തകർന്നു പോകുവാൻ, നാം മുടിഞ്ഞു പോകുവാൻ, നാം ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, ആമേൻ നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. നാം കുലുങ്ങി പോകുവാൻ ദൈവം ഇടയാക്കുന്നില്ല. നമ്മുടെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കുന്നില്ല. ആ കർത്താവ് എത്രയോ നല്ലവനാണ്. ആയതിനാൽ ദൈവത്തിൻ്റെ കൃപയാൽ നാം നിലനിൽക്കുന്നു. ഇനിയും ആ കർത്താവിന് പ്രസാദമാകും വേണം. ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതേ, പുറമേയുള്ള ഭക്തിയും പുറമേയുള്ള നമ്മുടെ ആത്മീക ജീവിതത്തിലെ വിശുദ്ധിയല്ല കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ രഹസ്യ ജീവിതത്തെയും
ദൈവം ആമേ സ്തോത്രം നോക്കുന്നു. കർത്താവിൻ്റെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. ആയതിനാൽ ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ 73-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അതെ, നാം സ്തോത്രം, നമുക്ക് ദൈവം നല്ലവനാകുന്നു, നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നാൽ പലപ്പോഴും നാം മറ്റുള്ളവരെ നോക്കുമ്പോൾ, അവരെ കാണുമ്പോൾ, അവരുടെ അനുഗ്രഹങ്ങളെ കാണുമ്പോഴാണ് സ്തോത്രം അതിനെ നാം ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില ദൈവഹിതമില്ലാത്ത ചിന്തകളും ആലോചനകളും സംസാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആയതിനാൽ എന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും കർത്താവ് നമ്മെ കൈവിടുന്നില്ലല്ലോ, നമ്മെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ആയതിനാൽ ആ കർത്താവിൽ മാത്രം നോക്കിക്കൊണ്ട് സ്തോത്രം, ആ കർത്താവിൽ മാത്രം ആ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യാം. പിന്നത്തേതിൽ ആ സങ്കീർത്തനക്കാരന് ആ പൊരുൾ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, അതേ അധ്യായം 73-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 25-ാം വചനത്തിൽ പറയുന്ന, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയം ക്ഷയിച്ചു പോയാലും ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാകുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്കെപ്പോഴും നല്ലവനാകുന്നു. നിശ്ചയം ഈ നാളുകളെ നേരോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം. സ്തോത്രം. ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. അങ്ങ് എപ്പോഴും എനിക്ക് നല്ലവനാകുന്നു, നന്മ ചെയ്യുന്നവനാകുന്നു. നന്ദി കർത്താവേ. ഞങ്ങളുടെ മുൻപാകെ എനിക്ക് പ്രസാദമാകുമ്പോൾ ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ. മേ ഗോഡ് ബ്ലെസ് യു.